ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്ന് സിപിഐ. ഇന്ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം സ്ഥാനാർത്ഥി പട്ടിക നൽകാൻ ജില്ലാ കൌൺസിലുകളോട് ആവശ്യപ്പെടും. തിരുവനന്തപുരം മണ്ഡലത്തിൽ പന്ന്യൻ രവീന്ദ്രനൊപ്പം ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ പേരും പരിഗണനയിലുണ്ട്. സിപിഐയുടെ കീഴ്വഴക്കമനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ആദ്യപടി ഇന്ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗമാണ്. ഓരോ മണ്ഡലത്തിലേക്കും 3 പേരുകൾ നിർദ്ദേശിക്കാൻ ജില്ലാ കൌൺസിലുകളോട് എക്സിക്യൂട്ടീവ് യോഗം ആവശ്യപ്പെടും. പലയിടത്തും സ്ഥാനാർത്ഥി സാധ്യത തെളിഞ്ഞെങ്കിലും ജില്ലാ കൌൺസിലുകളാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി നൽകേണ്ടത്. 3 ജില്ലകളിലായി കിടക്കുന്ന ലോക്സഭാ മണ്ഡലമാണെങ്കിൽ 3 ജില്ലാ കൌൺസിലും സ്ഥാനാർത്ഥി പട്ടിക കൈമാറണം. ഈ ലിസ്റ്റിൽ നിന്ന് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നത് ഈ മാസം 26-ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും സംസ്ഥാന കൗൺസിൽ യോഗവുമാണ്. ദേശീയ നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെ 26-ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് ആലോചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും ഇന്ന് ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗം ചർച്ച ചെയ്യും. ഏറ്റവും ജയസാധ്യതയുള്ള തൃശൂർ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് പാർട്ടിക്കുള്ളിലെ പൊതുവികാരം. സ്ഥാനാർത്ഥികളുടെ പേരുകൾ വരുമ്പോഴും തന്നെ നിങ്ങൾക്കറിയാം, ഇത്തവണ തൃശ്ശൂർ ജില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 മണ്ഡലങ്ങളിൽ 12 വിജയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആകെ വോട്ടിൻ്റെ കണക്കിലും ഇത്തവണ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയും. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ പേരും സജീവ പരിഗണനയിലുണ്ട്. നേരത്തെ ആലോചിച്ചിരുന്ന മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കാനില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.